രാവിലെ പശുവിന്റെ കറവൊക്കെ കഴിഞ്ഞിട്ട് കൂൺ തെരഞ്ഞു പോയതാട്ടോ. ഇവിടെ ഒന്നല്ല, നമ്മുടെ തോട്ടത്തിലൊന്നല്ല, ഫോറസ്റ്റിനോട് ചേർന്ന സ്ഥലത്ത് നമ്മൾ അപ്പുവേട്ടന്റെ ഒക്കെ കൂടെ, അപ്പുവേട്ടനും വിജയേട്ടനും ഞാനും കൂടെ പോയിട്ട് നമുക്ക് കൂണൊക്കെ കിട്ടിയിട്ടുണ്ട്. രാവിലെ ഇറങ്ങി കയ്യിലൊക്കെ നോക്കി നിറച്ച് മണ്ണാണ്. നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ നമുക്ക് ആ കൂണ് കാണിച്ചു തരാം. റിയമോള് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും മുറൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കൂൺ കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ. പക്ഷെ നമുക്ക് അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഫോണൊന്നും കൊണ്ടുപോയിട്ട് പിന്നെ വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. ഞാൻ അപ്പുവേട്ടനും വിജയേട്ടനും വീഡിയോ എടുക്കാനും അറിയില്ല. കൂണൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ രാവിലെ ഇറങ്ങും കേട്ടോ. എല്ലാ സമയത്തല്ല, കർക്കിടത്തിൽ ചില ഡേറ്റുകളുണ്ട്, അതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് പോകും. അപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആ കൂണുണ്ടാകുന്ന സമയങ്ങളാണ്. അപ്പൊ ഇതാ നമ്മളെ അടിപൊളി കൂണ്. നോക്ക്, നല്ലൊരു പെരുങ്കൂണ് കേട്ടോ, നമ്മൾ പടക്കൂണ് എന്നൊക്കെ പറയണേ. ഇതങ്ങനെ ഇത് നോക്കിയിട്ടല്ലേ പോയത്, നമ്മൾ വേറെ കൂണ് നോക്കിയിട്ടാ പോയത്. ആ കൂണാണ് കൂടുതലുള്ളത്. ഞാൻ പിടിച്ചോട്ടോ, കാണിച്ചു കൊടുക്ക്. വിയമോൾക്ക് ഒരു കറിക്ക് അതുണ്ടാവും. അപ്പൊ നമ്മൾ തെരഞ്ഞു പോകുന്ന കൂണ് ഇതാട്ടോ. ഫോറസ്റ്റിലൊക്കെ ഇവിടെ നമ്മുടെ തോട്ടത്തിനാടി കൂടുതൽ ഉണ്ടാവുക ഫോറസ്റ്റിനോടൊക്കെ ചേർന്ന സ്ഥലത്താണ്. ഇതാണ് നമ്മുടെ വെള്ളക്കൂണ്. എല്ലാവർക്കും കൂണ് കിട്ടി എന്ന് പറയുന്നത് ഈ ഒരു സാധനം കിട്ടുമ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. വരെ അടിപൊളി കൂണ് ഇതാണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ വെക്കാം. ഇതിന് കുറച്ച് വിരിഞ്ഞുണ്ട്, ബാക്കിയൊക്കെ മൊട്ടാണ്. അപ്പൊ ഈ കൂണ് നമുക്ക് മാറ്റി വെക്കാം. ഈ വിരിഞ്ഞയിൽ പെട്ടെന്ന് ഈ മണ്ണ് പിടിക്കും. ശരിക്കും ഈ വെള്ളക്കൂണ് ഇതുപോലെ കിട്ടാതെ, ഇത് അങ്ങനെ വിരിയാതെ കിട്ടാതെ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള മൊട്ടായിട്ട് കിട്ടുന്ന കേട്ടോ. അപ്പൊ നമുക്ക് മണ്ണൊന്നും അങ്ങനെ ആവില്ല, നല്ല വൃത്തി ഉണ്ടാവും. ഒന്ന് ശരിയട്ടെ. മുട്ട ഈ കൂണേ ഇന്നലെ ഞങ്ങൾ പോയിട്ട് ചെറുതൊന്നും അധികം പൊന്തിയിട്ടില്ല. അപ്പൊ അവിടെ കണ്ടു വെച്ച് പോകുന്നത്. പിന്നെ ഫോറസ്റ്റിന്റെ ഉള്ളിലായതുകൊണ്ട് ആ ഭാഗത്തായതുകൊണ്ട് ആരും അങ്ങനെ കാണൂല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചിങ്ങനെ ചപ്പലൊക്കെ വെച്ച് ഇങ്ങനെ പൊത്തി വെച്ചു. നല്ല കരിയിലൊക്കെ ഉണ്ട്, അതിനെ വെച്ച് മൂടി വെച്ചാണ്. ഇന്ന് കറക്റ്റ് പാകാണ്. അപ്പൊ ഈ ഒരു റേഞ്ചിൽ നോക്കി എന്ത് ഭംഗിയാ കാണാൻ. ഇതാണ് വെള്ളക്കൂണ്. ഇതിൽ ഏറ്റവും ഭംഗി വിരിഞ്ഞാലും ഇതുപോലുള്ള മുട്ടകളാണ്. നമുക്ക് കറക്റ്റ് പാകം. നാളത്തേക്ക് ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങും. പിന്നെ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ ഇങ്ങനെ കാട്ടിലായതുകൊണ്ടേ, കാട്ടിന്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് കുരങ്ങിന്റെ ഭയങ്കര ശല്യമാണ്. കുരങ്ങിതൊക്കെ പിച്ചി ചീന്തി കഴിക്കൂല, ഒക്കെ ഇങ്ങനെ ചെതറി ഇടിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ പോയത് ഞങ്ങള് കുരങ്ങ് കണ്ടു കഴിഞ്ഞാൽ പണി. ആരും മനുഷ്യരാരും അവിടെ എത്തൂല. എന്ന് വെച്ചാൽ ഞങ്ങള് അപ്പേട്ടന് ഞങ്ങൾക്ക് അറിയുന്ന സ്ഥലമായതുകൊണ്ട്, പിന്നെ അത്ര ഉള്ളിലായതുകൊണ്ട് ആരും എത്തൂല. പക്ഷെ കുരങ്ങ് ചീന്തിയിടും. അപ്പൊ ഇതട്ട കൂണ് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് അപ്പേട്ടിനും കൊടുത്തു, വിജയേട്ടനും കൊടുത്തു, ഞാനും എടുത്തു. അത്രയും കൂണ് കിട്ടിയിട്ട് നമുക്ക് 4 പുറ്റിലായിട്ടാണ് കൂണ് കിട്ടിയത്. എന്തൊരു ഭംഗിയിരുന്ന് അറിയാം. ഇന്ന് രാവിലെ ചെന്നപ്പോൾ ഈ റേഞ്ചിൽ ഇതിങ്ങനെ നിൽക്കുന്നതാണ്. നമ്മൾ വെച്ച കരിയിലൊക്കെ കൊണ്ട് മാറ്റിയിട്ട് കൂണിട്ട് പൊന്തിയിട്ടുണ്ട്. അത്ര ഭംഗിയായിരുന്നു, സൂപ്പർ കൂനായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാമല്ലോ. ഇതാണ്ടല്ലേ, ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ കൂണ് കിട്ടും കേട്ടോ. കർക്കിടകം ലാസ്റ്റ് വരെ പല സമയങ്ങളായിട്ട് ഇനി കൂണുണ്ടാവും. അപ്പൊ ഇപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞു, ഇനി അടുത്ത ഘട്ടം ഒരു ആഴ്ചയും കൂടെ കഴിഞ്ഞ് അടുത്ത ഘട്ടം ഉണ്ടാവും. അങ്ങനെ കർക്കിടകം ലാസ്റ്റ് വരെ കൂണുണ്ടാവും. വിയമോൾ പിടിച്ചതിന്റെ കാല് കണ്ടോ, നല്ല നീട്ടുണ്ട്, ഇത്ര നീട്ടുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് കാല് കിട്ടും, ചിലതൊക്കെ നമുക്ക് കുറ്റിന്റെ ഭാഗം ഉറപ്പുണ്ടെങ്കിൽ പൊട്ടിപ്പോരും. എന്നാലും അത്യാവശ്യം കാല് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കാല് നീട്ടം കിട്ടുന്നുണ്ട്. അപ്പൊ കാലിലേ കുറെ അട്ടുണ്ട്. കാലിൽ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ അട്ട ഉണ്ട്. നമ്മൾ പോയ സ്ഥലമാണ് ഇതൊക്കെ അട്ട. കുറെ കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. കുറെ അട്ട എടുത്ത് കളയാനുണ്ട്, കുറെ പെറുക്കി കളഞ്ഞു. നമ്മൾ ഉപ്പൊക്കെ കാലിൽ തേച്ചിട്ടൊന്നും അട്ട പോയിട്ടില്ല. അങ്ങോട്ട് നോക്ക്, അട്ട അടിച്ചു. ഇത് അട്ടാണ്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ കൂണൊക്കെ കിട്ടിയത്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഈ കൂണങ്ങനെ കിട്ടൂലതാ. അട്ട ചോര പിടിച്ചിട്ട് നോക്ക്, ഇതാ അത്ര റിസ്ക് ഉണ്ട്. അപ്പൊ കാണുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൂണൊക്കെ കാണുമ്പോൾ ഇത്രയും കൂണൊക്കെ കിട്ടിയല്ലോ, ഇവർക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, അതിനനുസരിച്ച് റിസ്ക്കും ഉണ്ട്. നല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ അതൊന്ന് ശരിക്കും നമ്മളെ പറിക്കാൻ പോയ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നു. ബൈക്ക് വെച്ചിട്ട് അത്രയും ദൂരം ഞാൻ നടന്നു, അത് അപ്പേട്ടന്റെ വീട്ടിലേക്ക്. അവിടുന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്, അതായത് ഫോറസ്റ്റിനോട് ചേർന്ന് ഉപ്പ് എടുത്തിട്ട് പോവുക. ഇതിനൊക്കെ കൊല്ലണം. ഫോറസ്റ്റിനോട് ചേർന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മൾ അട്ടനെ എടുത്തു കളയുമ്പോഴേക്കും അട്ടനെ എടുത്തു കളഞ്ഞാൽ പോലെ ഒരട്ടയെന്നല്ല 100 ലക്ഷക്കണക്കിന് അട്ടകളാണ്. അപ്പൊ ഒന്നും എടുക്കുമ്പോൾ അടുത്തേക്ക് കയറും. അപ്പൊ നമ്മൾ അതിൽ നിന്നാൽ മൈക്കെടുത്തിന് കോട്ട അയച്ചോട്ടെ കേട്ടോ. മൈക്കൊന്ന് പിടി. ഈ കോട്ട അയച്ചാൽ അറിയാലോ എന്താ അവസ്ഥ. ഇവിടെണ്ടോ, ഇവിടെന്തോ ചോർന്നിട്ടുണ്ടോ, കടിച്ചു പോയില്ല. ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടി. എവിടെയും കടിച്ചിട്ടുണ്ട്, കയ്യിലിവിടെ. അതാ അതാ ചേട്ടാ, നമുക്ക് ഉപ്പ് ഇങ്ങനെ തട്ടിച്ചു കഴിഞ്ഞാല് ഉപ്പ് തട്ടിച്ചിട്ടും പോരാ തട്ടേ. അതാ കുറച്ച് പൊടിയുപ്പ് എടുത്തൂടെയോ. കല്ലുപ്പ് എടുത്താൽ അട്ട പോലെ. ഉമ്മ ഉപ്പ് എടുത്തോടുന്ന കേട്ടോ. പട്ടനൊന്ന് കളയല്ലേ. അതാ ഇങ്ങനെ തട്ടിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് വീണു. ഒക്കെ ഇതിനെ പെറുക്കി കളയട്ടോ. ആ കൊല്ല ആദ്യം അട്ടനെ. ഇതൊക്കെ നല്ല ചോര പിടിച്ചിട്ടാട്ടോ. എത്ര വലിയ അട്ടയാണ് കേട്ടോ. അല്ല അട്ട ചെറുതാണ്, ചോര പിടിച്ചിട്ട് അത്ര വലുതായത്.
ഇവിടെ കടിച്ചു പോയിട്ടുണ്ടോ നോക്കാം. എന്തായാലും ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. ഭീമളൊന്നും ഇങ്ങോട്ട് വരില്ല, അട്ടനെ കൊന്നിട്ട് വന്നാൽ മതി. അട്ട കയറി പിടിച്ചാലേ പണിയാവും. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ പ്ലാവില് വെട്ടുന്നതും ഈ ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ പ്ലാവിന്റെ ഇലയിലൊക്കെ ഇഷ്ടംപോലെ അട്ട വരും. അത് തന്നെ ഫോറസ്റ്റിനോട് ചേർന്ന ഈ ഒരു മഴക്കാലം ആയി കഴിഞ്ഞാൽ അത്രയും അട്ട ഉണ്ടാവും. എല്ലാം ഇവിടെ ഇത് ചെറിയ അട്ട, ഷൂവിന്റെ ഉള്ളിൽ ഉണ്ടാവും അട്ട. ഇതൊക്കെ ആവും, ഇതാ ഷൂവിലൊക്കെ അട്ട. അല്ല ഞാനിതൊന്ന് കാണിച്ച എന്താ അറിയോ, നമ്മള് കൂണൊക്കെ പറിക്കണം, കൂണ് കാണുമ്പോഴൊക്കെ എല്ലാരും പറയും ഇഷ്ടം പോലെ കൂണ് കിട്ടുന്നവർക്ക്. അപ്പൊ ഒരു പണിയില്ലാതെ കിട്ടുന്നല്ല അത്ര. ഈ കൂണൊക്കെ ഉണ്ടല്ലോ, ഈ സംഭവം നമ്മളെ തോട്ടത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ആളുകളുള്ള ഏരിയയിലല്ല ഇത് കൂടുതലുണ്ട്. ഇത് കുറച്ചും കൂടെ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട്, വയനാട്ടിലൊക്കെ ഉണ്ടായ ഫോറസ്റ്റിനോട് ചേർന്ന സ്ഥലത്താണ്. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ ഇതുപോലെ റിസ്ക് എടുത്ത് പോകണം. പിന്നെ വർഷത്തിൽ ഈ ഒരു സമയത്ത്, ഈ ഒരു മാസങ്ങളിൽ, അത് മിഥുനം കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന കൂണുകളാണ്. അപ്പൊ നമ്മൾ എന്തായാലും റിസ്ക് എടുത്ത് പോയാലേ ഇതുപോലെ കൂണ് കിട്ടുള്ളൂ. അപ്പൊ എന്നാലേ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഇനി അട്ടനെ കളയാനുണ്ട്, കാലൊക്കെ കഴുകാണ്ട്, ഫുള്ള് ചോരയാണ്. പിന്നെ കൂണുകളൊക്കെ ഇനി കൂണ് അട്ടനെ തൊട്ടു പോയല്ലേ, കൂണും പിടിക്കാനില്ല. അപ്പൊ ഒന്ന് കഴുകിയിട്ട് കൂണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കണം. അപ്പൊ ഇതാ നല്ല അടിപൊളി കൂണ് കേട്ടോ. അപ്പൊ ഈ കാണുന്നത് ഞങ്ങൾ പെരുങ്കൂണ് എന്ന് പറയും, ബാക്കിയൊക്കെ വെള്ളക്കൂണാണ്. അപ്പൊ നമ്മൾ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഇങ്ങനത്തെ കൂണൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് ഇനി കിട്ടാനൊക്കെ ഉണ്ടാവും, എന്നാലും ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടട്ടെ. അപ്പൊ ഈ കൂണിന് നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പേരൊന്ന് കമന്റ് ചെയ്യട്ടോ. ഞങ്ങൾ വെള്ളക്കൂണ്, കുറ്റുകൂണ്, മൊട്ടുകൂണ് എന്നൊക്കെയാണ് പറയല്. അധികം ഞങ്ങൾ വെള്ളക്കൂണ്. ഞങ്ങളുടെ നാട്ടിൽ വയനാട്ടിലൊക്കെ ഏകദേശം, വയനാട്ടിലല്ല ഞങ്ങളുടെ ഏരിയയിലൊക്കെ വെള്ളക്കൂണ് എന്നാ പറയാം. എല്ലാവരും ആ പേരൊന്ന് കമന്റ് ചെയ്താൽ ഞങ്ങൾക്കും അറിയാലോ ഇതിന് വേറെ എന്തൊക്കെ വെറൈറ്റി പേരുകൾ ഉണ്ടെന്ന്.